എഞ്ചിനീയറിംഗ് ആയിട്ട് എന്താണ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തത്? എന്നോട് കുറേ പേരായി ചോദിക്കുന്നു എന്താ ബയോടെക്നോളജി എഞ്ചിനീയറിംഗ്, അങ്ങനെ ഒരു എഞ്ചിനീയറിംഗ് ഉണ്ടോ? ഹേയ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു ഐ വിൽ ഷെയർ അബൌട്ട് വാട്ട് ഇറ്റ് ഈസ് ആക്ച്വലി ലൈക്ക് ടു സ്റ്റഡി എഞ്ചിനീയറിംഗ് ഇൻ കേരള. സോ ഞാൻ ഇവിടെ കംപ്ലീറ്റ് ചെയ്തത് ബിടെക് ഇൻ ബയോടെക്നോളജി എഞ്ചിനീയറിംഗ് ആണ്. സോ ഇറ്റ് വാസ് എ 4-year കോഴ്സ് ആൻഡ് ഞാൻ 2019 സ്റ്റാർട്ട് ചെയ്തത്. 2023 ആയപ്പോൾ പാസ് ഔട്ട് ചെയ്തു. ആൻഡ് സൂൺ ആഫ്റ്റർ കംപ്ലീറ്റിംഗ് മൈ ഗ്രാജുവേഷൻ ഇറ്റ് സെൽഫ് ഐ ഗോട്ട് എ ഗുഡ് ജോബ് വിച്ച് ഐ വാസ് ഡിസൈറിങ്. അപ്പോൾ ഐ ഹവ് കംപ്ലീറ്റഡ് ദിസ് കോഴ്സ് ഇൻ മെഡ് സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് വിച്ച് ഈസ് എ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ തൃശ്ശൂർ. കോഴ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ അതിനെക്കുറിച്ച് ഒന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ജസ്റ്റ് ഒരു ക്യൂരിയോസിറ്റിയുടെ ബേസിസിലാണ് ഞാൻ ഈ ഒരു കോഴ്സ് സെലക്ട് ചെയ്തത്. ബയോടെക്നോളജി എഞ്ചിനീയറിംഗ് അങ്ങനെ ഒരു കോഴ്സ് ഉണ്ടെന്ന് എൻ്റെ ഒരു നോളജിൽ ഉണ്ടായിരുന്നില്ല. ആൻഡ് ഓൾസോ എഞ്ചിനീയറിംഗിന് അപ്പാർട്ട് ഫ്രം ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് അല്ലാതെ പ്യുവർലി ഹെൽത്ത് സെക്ടർ ആയിട്ടൊരു കോഴ്സ് ഉണ്ടെന്നും എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഈ ബിടെക് അങ്ങനെ ഹെൽത്ത് സെക്ടറിൽ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ സെക്ടറിൽ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കോഴ്സ് തപ്പിയാണ് എനിക്ക് ബിടെക് ബയോടെക്നോളജി എഞ്ചിനീയറിംഗ് എന്നൊരു പോയിന്റിലേക്ക് ഞാൻ എത്തിപ്പെട്ടത്. അങ്ങനെ ഫസ്റ്റ് ഇയറിൽ നമ്മൾ പഠിക്കുന്നത് എല്ലാ ജനറൽ എഞ്ചിനീയറിംഗ് ടോപ്പിക്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യും, ഇൻക്ലൂഡിങ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, ദെൻ ട്രിപ്ലി, സിവിൽ എഞ്ചിനീയറിംഗ്, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ഈ കാര്യങ്ങളൊക്കെ ഫസ്റ്റ് ഇയറിൽ നമ്മൾ പഠിക്കേണ്ടതായിരിക്കും. ആൻഡ് സെക്കൻഡ് ഇയറിലാണ് നമ്മൾ ബയോടെക്നോളജി നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഏതാണോ അതിലേക്ക് നമ്മൾ എൻ്റർ ചെയ്യുന്നത്. ഡിപ്പാർട്ട്മെൻറ്റിൽ എൻ്റർ ചെയ്തപ്പോൾ ഞാൻ ഫസ്റ്റ് നമുക്ക് ബയോളജിയുടെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം സ്ട്രക്ചർ സിലബസ് ആയിരുന്നു ഞങ്ങൾക്ക് പഠിക്കാനുണ്ടായിരുന്നത്, ഇൻക്ലൂഡിങ് മൈക്രോബയോളജി, ദെൻ ബയോകെമിസ്ട്രി, മോളിക്കുലാർ ബയോളജി, അങ്ങനെ ബയോളജി റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ സബ്ജക്ട്സും സിലബസിലുണ്ടായിരുന്നു. അതിനോടൊപ്പം തന്നെ സിൻസ് ഇറ്റ് ഈസ് എൻ എഞ്ചിനീയറിംഗ് കോഴ്സ് ടെക്നിക്കൽ ആയിട്ടുള്ള പ്രോഗ്രാംസും ആ ഒരു സിലബസിൽ ഉണ്ടായിരുന്നു, ഇൻക്ലൂഡിങ് ദി പ്രാക്ടിക്കൽസിൽ വരെ ടെക്നോളജിക്കൽ ആയിട്ടുള്ള ഇൻവോൾവഡ് ആയിട്ടുള്ള പ്രാക്ടിക്കൽ ക്ലാസ്സസ് ആയിരുന്നു. അതൊക്കെ ശരിക്കും യൂസ്ഫുൾ ആയിരുന്നു കേട്ടോ. ഇപ്പോൾ യൂസ്ഫുൾ ആണെന്ന് ചോദിച്ചാൽ ചില കാര്യങ്ങളൊക്കെ എനിക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ട്. ചിലപ്പോൾ ഞാൻ ആലോചിച്ചിട്ടുണ്ട് ഇതൊക്കെ പഠിച്ചിട്ട് നമുക്ക് എന്തെങ്കിലും കിട്ടുമോ എന്നൊക്കെ. പക്ഷേ യെസ്, ചില കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും. ഈ ചില കാര്യങ്ങൾ പഠിക്കണമെങ്കിൽ നമ്മൾ വേറെ കുറേ കാര്യങ്ങളൊക്കെ പഠിക്കണം. അപ്പോൾ എന്തായാലും മൊത്തത്തിൽ പഠിച്ചേ പറ്റുള്ളൂ. അങ്ങനെ 2020 കോവിഡിൻ്റെ കഴിഞ്ഞ് അതായതുകൊണ്ട് റിമോട്ടായിട്ടായിരുന്നു ക്ലാസ്സസൊക്കെ ഉണ്ടായിരുന്നത്. ആൻഡ് അത് കഴിഞ്ഞിട്ട് തേർഡ് ഇയറിലാണ് പ്രോപ്പറായിട്ട് ഞങ്ങൾ കോളേജിൽ പോയിട്ട് ഡിപ്പാർട്ട്മെൻറ്റായിട്ട് ഇൻട്രാക്ഷൻസും ക്ലാസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോഴായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് പ്രോപ്പറായിട്ട് പ്രാക്ടിക്കലായിട്ടുള്ള ക്ലാസ്സസൊക്കെ കിട്ടി തുടങ്ങിയത്. ഓൺലൈനായിട്ട് പ്രാക്ടിക്കൽ ക്ലാസ്സസൊക്കെ എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് തന്നെ നമ്മുടെ കോളേജിലെ പ്രൊഫസേഴ്സും എല്ലാവരും നല്ലോണം ക്ലാസ് എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ തേർഡ് ഇയറിലേക്ക് വന്നപ്പോൾ നമുക്ക് ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസും നല്ലോണം കിട്ടി. സെക്കൻഡ് ഇയറിൽ എന്തൊക്കെ കുറവുകളുണ്ടായിരുന്നു അതൊക്കെ തേർഡ് ഇയറിൽ ഫുള്ളി പഠിക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ തേർഡ് ഇയറിൽ നമ്മുടെ 6th സെമിസ്റ്റർ ആകുമ്പോൾ നമ്മുടെ പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യും. പ്രൊജക്റ്റ് പിന്നെ അപ്പം തന്നെ നമ്മളോട് സെമിനാറിനുള്ള ടോപ്പിക്കൊക്കെ കണ്ടുപിടിക്കാൻ പറയും. അപ്പം നമ്മൾ എന്ത് ചെയ്യും, ബുക്സ്, പഴയ റെക്കോർഡ്സ് എല്ലാം തപ്പിപ്പിടിച്ച് നമ്മളും നല്ലൊരു സെമിനാർ ടോപ്പിക്കും പ്രസൻറ്റേഷനുള്ള ടോപ്പിക്കും പ്രൊജക്റ്റ് ടോപ്പിക്കും കണ്ടുപിടിച്ചിട്ട് 4th ഇയറിലാണ് ഇതൊക്കെ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത്. തീസിസ് വർക്ക്സൊക്കെ അതിൻ്റെ കൂടെ നമ്മൾ ഓൺ ഗോയിങ് ആയിട്ട് കംപ്ലീറ്റ് ആക്കണം. അങ്ങനെ 4th ഇയറിലായപ്പോഴാണ് നമുക്ക് പ്രൊജക്റ്റിലേക്ക് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യണം. നമ്മുടെ പ്രൊജക്റ്റിനെ ഒരു മോഡൽ ക്രിയേറ്റ് ചെയ്തിട്ട് ആ പ്രൊജക്റ്റ് പ്രസൻറ്റ് ചെയ്യാനൊക്കെ നമുക്ക് കിട്ടുന്നൊരു അവസരം എന്ന് പറയുന്നത് 4th ഇയറിലാണ്. പിന്നെ അതുപോലെ 4th സെം വരെ മാത്സും നമുക്ക് പഠിക്കാനുണ്ടായിരുന്നു. മാത്സ് കുറച്ച് വില്ലനായിരുന്നുകൊണ്ട് എനിക്കൊരു സപ്ലി കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ 2023 തന്നെ എഴുതിയെടുത്തു. പക്ഷേ അതെനിക്കൊരു ചാലഞ്ചിങ് സംഭവമായിരുന്നു. പക്ഷേ പഠിച്ചാൽ കിട്ടുന്നതാണ്, പഠിച്ചാൽ കിട്ടും. എനിക്ക് കിട്ടി. അപ്പോൾ എന്തായാലും എല്ലാവർക്കും കിട്ടും എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം മാത്സ് എനിക്ക് ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ലാത്തൊരു ഏരിയ ആണ്. പക്ഷേ ഞാൻ എത്തിപ്പെട്ടതോ മാത്സ് കൊണ്ട് എന്താ പറയുക ഒഴുകി നടക്കുന്ന ഒരു എഞ്ചിനീയറിംഗ് ഇതിലേക്കാണ് ഞാൻ എത്തിപ്പെട്ടത്.
എന്തായാലും ഞാൻ മാത്സൊക്കെ എല്ലാ പേപ്പേഴ്സ് എനിക്കുണ്ടായിരുന്ന ആ ഒരു സപ്ലി പേപ്പർ ഞാൻ ക്ലിയർ ചെയ്തു. പിന്നെ പ്രൊജക്റ്റ് ആ 4th ഇയേഴ്സൊക്കെ നമുക്ക് കോളേജിൽ എല്ലാം അടിപൊളിയായിരുന്നു. എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ആണെങ്കിലും എല്ലാത്തിലും ആക്റ്റീവായിട്ട് നമ്മുടെ കോളേജ് നമ്മൾ എല്ലാ കാര്യങ്ങളും പാർട്ടിസിപ്പേറ്റ് ചെയ്യിക്കും. മാൻഡേറ്ററി ആയിട്ട് നമുക്ക് ക്രെഡിറ്റ് പോയിൻറ്റ്സ് ഉണ്ട്. ആ പോയിൻറ്റ്സൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു മെയിനായിട്ട് നമ്മൾ ഇതിലൊക്കെ പങ്കെടുക്കുന്നത്. പക്ഷെ എന്താണെങ്കിലും എല്ലാം കൊണ്ടും എനിക്കും എൻ്റെ ഒരു ലൈഫിൽ ഞാൻ ഈ ഒരു പൊസിഷനിൽ ഞാനിപ്പോൾ നിൽക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ടൈം എന്നെ നല്ലോണം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അവിടെ വെച്ചിട്ടാണ് ഞാൻ ശരിക്കും ഞാൻ എന്താണോ അതൊക്കെ ഒരു മോൾഡപ്പ് സ്റ്റേജ് ആയിരുന്നു എൻ്റെ എൻജിനീയറിംഗ് എന്ന് പറയുന്നത്. സോ അതെനിക്ക് പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ എൻജിനീയറിംഗ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഇപ്പോൾ ഒരു ഇമേജ് എന്ന് പറയുന്ന കേരളത്തിൽ എൻജിനീയറിംഗ് പഠിച്ചു കഴിഞ്ഞാൽ എന്താ ജോലി കിട്ടില്ല, അങ്ങനെ കിട്ടില്ല, ഇങ്ങനെ കിട്ടില്ല. പക്ഷെ അങ്ങനെയൊന്നും അല്ല കേട്ടോ. നമ്മൾ പ്രോപ്പറായിട്ട് നമ്മൾ പഠിക്കണം എന്ന് വിചാരിച്ച് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും നമ്മൾ എവിടേക്കാണോ എയിം ചെയ്യുന്നത് നമുക്ക് അതിലേക്ക് എത്തിപ്പെടാൻ എന്തായാലും സാധിക്കും. ഞാൻ ഈ 4th ഇയറിലായപ്പോഴായിരുന്നു എൻ്റെ ടീച്ചേഴ്സിൻ്റെ എല്ലാവരുടെയും ഗൈഡൻസ് ത്രൂ ആണ് ഞാൻ ക്ലിനിക്കൽ റിസർച്ച് എന്ന് പറഞ്ഞിട്ടൊരു ഏരിയയിലേക്ക് ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തത്. സോ സിൻസ് ദെൻ ഞാൻ അവിടുന്ന് തന്നെ എലക്റ്റീവ് ക്ലിനിക്കൽ റിസർച്ച് എടുത്തു. ദെൻ ബയോ ഫാർമസ്യൂട്ടിക്കൽ എഞ്ചിനീയറിംഗ് സെലക്ട് ചെയ്തു. ഈ 2 കോഴ്സസാണ് എന്നെ എൻ്റെ ഈ ഒരു കോഴ്സ് ഇപ്പോൾ ഉള്ള ജോബ് സെലക്ട് ചെയ്യാനൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്തത്. ബയോ ഫാർമസ്യൂട്ടിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ നമ്മളൊരു മരുന്ന് കഴിക്കുന്നു. സോ ആ മരുന്ന് എങ്ങനെയാണ് നമ്മുടെ ബോഡിയിലേക്ക് എൻ്റർ ചെയ്ത് നമ്മുടെ ബോഡിയിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, ആ മെഡിസിൻ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, പിന്നെ നമ്മുടെ ബോഡിയിൽ എന്തൊക്കെ ചേഞ്ചസ് ആണ് വരുന്നത്, ആ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ബയോ ഫാർമസ്യൂട്ടിക്കൽ എഞ്ചിനീയറിംഗിൽ പഠിക്കുന്നത്. പിന്നെ അതുപോലെ ക്ലിനിക്കൽ റിസർച്ച് എന്ന് പറയുമ്പോൾ ഒരു ഡ്രഗ് മാർക്കറ്റിലേക്ക് ഇറങ്ങണമെങ്കിൽ വാട്ട് ഓൾ ഫേസസ് ഇറ്റ് ഹാവ് ടു ഗോ ഓൺ, ആ കാര്യങ്ങളെക്കുറിച്ചും നമ്മൾ ക്ലിനിക്കൽ റിസർച്ചിൽ ഡീപ്പായിട്ട് പഠിക്കുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ക്ലിനിക്കൽ റിസർച്ച് ഒരു ഫീൽഡിലേക്ക് ഇപ്പോൾ ജോലി കിട്ടണമെങ്കിൽ വി ഹാവ് ടു ഡു എൻ എക്സ്ട്രാ സർട്ടിഫിക്കേഷൻ കോഴ്സ് വിച്ച് ഓൾമോസ്റ്റ് കോഴ്സ് 1 lakh, ഓൾമോസ്റ്റ് നിയർ ടു 2 lakh. ജോബ് ഉറപ്പ് വരുത്തുന്നതാണെങ്കിൽ വി വിൽ ഹാവ് ടു ഗീവ് സംതിങ് അറൗണ്ട് 2 lakh, 1,50,000 സംതിങ്. പക്ഷെ ഞാൻ ഈ ഒരു എലക്റ്റീവായിട്ട് എഞ്ചിനീയറിംഗിൽ തന്നെ 4th ഇയറിൽ ഇത് ചൂസ് ചെയ്തുകൊണ്ട് എനിക്ക് അഡീഷണൽ ആയിട്ട് ഒരു സർട്ടിഫിക്കേഷൻ എടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ആ ഒരു നോളജ് വെച്ചിട്ടാണ് ഞാൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞു. അപ്പോൾ തന്നെ വിത്തിൻ 1 വീക്ക് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഞാൻ പ്ലേസ്ഡായി. ഞാൻ ഏത് ഏരിയയിലാണ് ഞാൻ വിചാരിച്ചത് ആ ഒരു സ്ട്രീമിൽ തന്നെ എനിക്ക് ജോബും കിട്ടി. ആൻഡ് ഐ വാസ് ഹാപ്പി അറ്റ് ദാറ്റ് ടൈം. ആൻഡ് ആ ഒരു കമ്പനിയിൽ ഞാനൊരു 5 months വർക്ക് ചെയ്തു. അവിടുന്ന് ഞാൻ ക്ലിനിക്കൽ റിസർച്ചിൻ്റെ എല്ലാ പ്രാക്ടിക്കലായിട്ടുള്ള നോളജും ട്രെയിനിങ്സൊക്കെ എനിക്ക് കിട്ടി. ആൻഡ് ദെൻ ഞാൻ പ്യുവറായിട്ട് ഹോസ്പിറ്റലിൽ ഒരു ക്ലിനിക്കൽ റിസർച്ച് സ്റ്റാഫായിട്ട് ഞാൻ വർക്ക് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. ഞാൻ എറണാകുളത്താണ് വർക്ക് ചെയ്യുന്നത് ഇപ്പം. സോ എന്താണ് വർക്ക് ചെയ്യുന്നത്, എന്താണ് ഈ ക്ലിനിക്കൽ റിസർച്ച്, അതിനെക്കുറിച്ചൊക്കെ ഞാൻ ഡീപ്പായിട്ട് ഞാൻ വേറൊരു വീഡിയോയിൽ പറയാനാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ ബയോടെക്നോളജിയിൽ ക്ലിനിക്കൽ റിസർച്ച് അല്ലാണ്ട് എന്തൊക്കെ ഏരിയാസ് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും, ആ കാര്യങ്ങളെക്കുറിച്ചാണ് ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. സോ ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് അഗ്രികൾച്ചർ ഫീൽഡിലേക്ക് നമുക്ക് പോകാൻ പറ്റും. സെക്കൻഡ് ഫുഡ് ഇൻഡസ്ട്രി, ദെൻ ഡയറി സയൻസ് ഇൻഡസ്ട്രി, ദെൻ എൻവയോൺമെൻറ്റൽ ഇൻഡസ്ട്രി, പിന്നെ അതുപോലെ റെഗുലേറ്ററി അഫയേഴ്സ്, പിന്നെ ഫാർമസ്യൂട്ടിക്കൽസ്, ക്വാളിറ്റി കൺട്രോൾ, QA/QC, ഇങ്ങനത്തെ ഈ 7 ഏരിയാസാണ് മെയിനായിട്ട്. പ്രൊഡക്ഷൻ കൂടി ഉണ്ട്. ഫാർമയിൽ തന്നെ വരുന്നതാണ് പ്രൊഡക്ഷൻ, എങ്കിലും അതിന് സെപ്പറേറ്റ് കോഴ്സസൊക്കെ ഇപ്പോൾ സർട്ടിഫിക്കേഷൻ പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ഇതാണ് മെയിൻ ആയിട്ടുള്ള ബയോടെക്നോളജി നമുക്ക് കിട്ടാവുന്ന ജോബ് സ്കോപ്പ് അല്ലെങ്കിൽ ഏരിയാസ് നമുക്ക് പോകാം. അതുകൊണ്ട് ഈ ഒരു കോഴ്സിനെ കുറിച്ച് ആർക്കും അധികം അറിയില്ല കേട്ടോ. കാരണം എൻ്റെ ക്ലാസ്സിലാണെങ്കിലും സ്ട്രെങ്ത്ത് കുറവായിരുന്നു. കാരണം ഇതിനെക്കുറിച്ച് കുട്ടികൾക്ക് BTech ബയോടെക്നോളജി അങ്ങനെ ഒരു കോഴ്സ് ഉണ്ടെന്നോ എഞ്ചിനീയറിംഗ് കോഴ്സ് ഉണ്ടെന്നോ ഒന്നും അറിയില്ല. ഞാൻ BSc ബയോടെക്നോളജി എടുക്കാനായിട്ട് നിന്നതായിരുന്നു. പക്ഷേ കുറച്ച് ടെക്നിക്കലായിട്ടുള്ള എലമെൻസും കൂടി വേണം എന്നുള്ള ഒരു ഇതിലാണ് ഞാൻ BTech ബയോടെക്നോളജി എടുത്തത്. ആൻഡ് ഓൾസോ ഞാൻ കീമും എഴുതിയിട്ടുണ്ടായിരുന്നു. ഇനി ഇതിൻ്റെ ഒന്നുകൂടി ഒരു എക്സ്പാൻഡഡ് ഏരിയാസ് നമുക്കുണ്ട്. ഫോർ എക്സാമ്പിൾ ബയോ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നതും അതും പിന്നെ സ്റ്റെം സെൽ സയൻസ്,
പിന്നെ ക്യാൻസർ സ്റ്റഡീസ് അങ്ങനത്തെ കുറേ വേരിയസ് ടൈപ്സ് ഓഫ് കോഴ്സസും ഇതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് മാസ്റ്റേഴ്സ് ചെയ്യാൻ പറ്റും. ഇതൊന്നല്ല, ഇതൊക്കെ ലിമിറ്റഡ് ആയിട്ടുള്ള, ഞാൻ കുറച്ച് പറഞ്ഞത് ലിമിറ്റഡ് ചെറിയ കുറച്ച് ഇതുകളാണ്. ഇതല്ലാണ്ട് ബ്രോഡായിട്ട് കിടക്കുവാണ് ഇതിൻ്റെ സ്കോപ്സും, ഇതിൽ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഏരിയാസ് എല്ലാം. അപ്പം നിങ്ങൾ മാസ്റ്റേഴ്സ് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ എന്ത് മാസ്റ്റേഴ്സ് ആയിരിക്കണം, അല്ലെങ്കിൽ ആ മാസ്റ്റേഴ്സ് എടുത്തു കഴിഞ്ഞാൽ എന്തൊക്കെ ജോബ്സിലേക്ക് നമുക്ക് പോകാൻ പറ്റും, നല്ല ബെസ്റ്റ് കോളേജസ് ഏതൊക്കെയാണ്, അതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഞാൻ അത് കുറേ ഉണ്ടെങ്കിൽ ഞാൻ സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യാവുന്നതായിരിക്കും. ഇതൊക്കെയാണെങ്കിൽ ഇതിൽ എന്തെങ്കിലും കൂടുതൽ നിങ്ങൾക്ക് അറിയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം കേട്ടോ. എൻജിനീയറിങ് പഠിച്ചു എന്ന് പറയുമ്പോൾ എല്ലാവരും ചോദിക്കും, അപ്പോൾ ഹോസ്പിറ്റലിൽ ഞാൻ വർക്ക് ചെയ്യുന്നു എങ്കിലും അങ്ങനെയല്ല. ഇത് ഞാൻ പ്യുവറായിട്ട് ബയോടെക്നോളജി ഏരിയയിൽ നിന്ന് തന്നെയാണ് ഞാൻ ഇപ്പോൾ ഈ ഒരു ജോബ് ചെയ്യുന്നത്. കാരണം ഇപ്പോൾ എല്ലാവർക്കും അറിയാം എൻജിനീയറിങ് കഴിഞ്ഞിട്ട് ബാങ്കിലേക്ക് പോകണു, പിന്നെ അതുപോലെ വേറെ ഗവൺമെൻറ് ജോബ്സിലേക്ക് പോകുന്നു, അങ്ങനെ IT ഏരിയാസിലേക്ക് പോകുന്നു. സോ എനിക്ക് അങ്ങനെ ഒന്നും പറ്റിയില്ല. ഞാൻ വിചാരിച്ച പോലെ ഞാൻ എന്താണോ വിചാരിച്ചത് ആ ഒരു ഏരിയയിലേക്ക് തന്നെ എനിക്ക് എത്തിപ്പെടാൻ സാധിച്ചിട്ടുണ്ട്. സോ താങ്ക് ഗോഡ്. അപ്പോൾ അങ്ങനെയാണ് വിശേഷങ്ങൾ, കാര്യങ്ങൾ എല്ലാം. സോ ക്ലിനിക്കൽ റിസർച്ചിനെ കുറിച്ച് ഞാൻ കൂടുതലായി വീഡിയോസ് ഇടുന്നതായിരിക്കും. സോ അതുവരേക്കും ബൈ. സോ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.